ചേട്ടാ, കേരളത്തിലേറെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ വിവാദമായൊരു വിവാഹമായിരുന്നു കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഭോസ്ലെയുടേത്. ആ പ്രായത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ആ സമയത്ത് നിലനിന്നിരുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞുവെന്നും 16 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങൾ ആ സമയത്ത് നിലനിന്നിരുന്നു. പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണം നടത്തിക്കൊടുത്തിട്ടാകട്ടെ CPM-ലെ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ അവർ കൂടുതൽ കുരുക്കിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം കേരളത്തിലെ ഒരുപാട് പൊതുപ്രവർത്തകർ മുന്നോട്ട് വെച്ചതാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടി മൊണാലിസ ഭോസ്ലെ എന്ന് പറയുന്ന മധ്യപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ആരോപണങ്ങളുടെയൊക്കെ മുന്നേടിച്ചുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ്, ഇവരുടെ ജനനത്തീയതി വെളിവാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആ നേരം സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചു. അതിൽ ഇവരുടെ ജനനത്തീയതി 2009 ഡിസംബർ 31 എന്തോ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 18 വയസ്സുള്ള ഒരു സ്ത്രീയും പ്രായപൂർത്തിയായ ഒരു പുരുഷനും തമ്മിൽ പരസ്പര സമ്മതത്തോടെ നടക്കുന്ന ഒരു വിവാഹമായിട്ട് അത് കൊണ്ടാടി. അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. ഈ മൊണാലിസ ഭോസ്ലെ വൈറലാകുന്നത് ഈ കഴിഞ്ഞ കുംഭമേള, മഹാകുംഭമേള, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ ഒരു രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ആരോ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അതൊരു വെള്ളാരം കല്ലുള്ള കണ്ണുകളുമായിട്ടുള്ള ഒരു നിഷ്കളങ്കയായ ചിരിയൊക്കെ ചിരിക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ അത് വലിയ വൈറലായി. ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലൊരു തരംഗമായി. മുൻപും ഇന്ത്യയിൽ ഇത്തരത്തിൽ പല സെൻസേഷനുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ. അങ്ങനെ തന്നെ മൊണാലിസയും ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒരു വീഡിയോയിലൂടെ ഈ പെൺകുട്ടിയുടെ ജീവിതം മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ. മധ്യപ്രദേശിലെ മഹേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് മൊണാലിസ ഭോസ്ലെ ഈ മഹാകുംഭമേളയിലെ രുദ്രാക്ഷ വിൽപ്പനയ്ക്കായിട്ട് പിതാവിനൊപ്പം കുടുംബത്തോടൊപ്പം എത്തുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് ആളുകൾ മൊണാലിസയെ കാണാൻ എത്തുന്നത് ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയ്ക്ക് അല്ലെങ്കിൽ അവർ കുടുംബത്തിൻ്റെ മനസ്സമാധാനത്തിന് വിഘാതമാകുമെന്നൊരു തോന്നൽ പിതാവ് ഈ പെൺകുട്ടിയെ പിന്നീട് മധ്യപ്രദേശിലെ സ്വദേശത്തേക്ക് മടക്കി അയക്കുകയൊക്കെ ഉണ്ടായി. പിന്നീട് ഈ ഒരു വർഷം 2026 മാർച്ച് മാസത്തിലാണ് ഈ വിവാദങ്ങൾക്ക് ആധാരമായ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഈ പെൺകുട്ടിയും ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ഫർമാൻ, ഇയാളൊരു മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഇവരിരുവരും കൂടി നമ്മുടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്ന ഇവർ നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് അഭയം പ്രാപിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണ്. 1.5 വർഷമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഫർമാനുമായിട്ട് വേർപിരിയാനാവാത്ത വിധം സൗഹൃദം പിന്നീട് പ്രണയമായി വളരുന്നു. ഇത് വീട്ടിലറിയിക്കുന്നു. വീട്ടുകാർ തങ്ങളുടെ വിവാഹത്തിനെതിരാണ്. തന്നെ വിവാഹം കഴിപ്പിക്കാൻ തൻ്റെ സ്വദേശത്തുള്ള തൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട തനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്നൊരു പരാതിയുമായിട്ടാണ് മൊണാലിസ ഭോസ്ലെയും ഇവരുടെ പുരുഷ സുഹൃത്തായിട്ടുള്ള ഫർമാനും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ഇത് പിന്നീട് രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിവാദമാകാനുള്ള കാരണമായി. തമ്പാനൂർ പോലീസ് നേരെ ഈ മൊണാലിസ ഭോസ്ലെയുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടപ്പോൾ ഇവർ അന്വയിപ്പിച്ചു എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പിതാവിനും ഇവരുടെ കുടുംബത്തിനും ഈ ഫർമാനുമായിട്ടുള്ള മൊണാലിസയുടെ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അന്നൊക്കെ ഈ കുടുംബത്തിൻ്റെ പിന്നീടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഇതൊരു വലിയ വിവാദം, ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മുതലെടുപ്പിനായിട്ടുള്ള ശ്രമങ്ങൾ എന്ന നിലയിൽ ഇവരുടെ ഒരു വിവാഹം, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷം കേരളത്തിൻ്റെ ആകെ ഒരു സാമൂഹ്യ സ്ഥിതി അത് വളരെ തെറ്റായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലും ഉത്തരേന്ത്യയിലും ഒക്കെ ഒരു അത്തരത്തിലാണ് കേരളത്തെ നോക്കിക്കാണുന്നൊരു രീതിയിൽ ആ സിനിമ പങ്കുവയ്ക്കുന്ന ആശയം അതായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞാൻ ആ സിനിമ കണ്ടില്ല. എന്തായാലും കേരള സ്റ്റോറി പങ്കുവയ്ക്കുന്നത് ഇതാണ്, യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ് എന്ന രീതിയിൽ 2026 മാർച്ച് മാസം 11-ാം തീയതി തിരുവനന്തപുരത്തെ പൂവാറിനടുത്ത് അരുമാനൂരിലെ നൈനാർ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു മതാചാരപ്രകാരം ഈ ഫർമാനും മൊണാലിസ ഭോസ്ലെ എന്ന് പറയുന്ന മധ്യപ്രദേശ് സ്വദേശിനിയുമായിട്ടുള്ള വിവാഹം ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. അതായിരുന്നു വിവാദങ്ങളുടെ മൂലകാരണം. അതിൽ പറയപ്പെടുന്നത് നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ CPM-ൻ്റെ രാജ്യസഭാ MP ആയിട്ടുള്ള A റഹീം, അതുപോലെ തന്നെ മറ്റ് CPM-ൻ്റെ പ്രാദേശിക സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിവാഹം. ആ വിവാഹത്തിൽ ഇവരുടെ വിവാഹം ഒരു രക്ഷകർത്താക്കളുടെ സ്ഥാനത്ത് നിന്നാണ് CPM നേതാക്കൾ ഇടപെട്ട് നടത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ വിവാദമായി. പിന്നീട് മൊണാലിസയുടെ ജനനത്തീയതി സംബന്ധിച്ച വിവാദങ്ങളൊക്കെ വരുമ്പോഴും ഒരു കേരള സ്റ്റോറി, കേരളം പങ്കുവയ്ക്കുന്ന യഥാർത്ഥ മാതൃക ഇതാണ്. ഇതര മതസ്ഥരായ 2 പ്രണയിതാക്കൾ കേരളത്തിലേക്ക് നിലനിൽപ്പിലെ തങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വൈര്യ ജീവിതത്തിന് വിഘാതമാകാത്തൊരു സ്ഥലം, തങ്ങളുടെ പ്രണയത്തിന് പൂർത്തീകരണം ഉണ്ടാകുന്നൊരു സ്ഥലം എന്ന നിലയിൽ കേരളത്തിലേക്ക് എത്തുന്നു. കേരളം മാത്രമാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഏക സ്ഥലം എന്ന രീതിയിലൊക്കെ
വലിയ രീതിയിൽ ഇത് ആഘോഷിക്കപ്പെട്ടു. എന്നാൽ പിന്നീടാണ് ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം. ആ വിവാഹത്തിൻ്റെ സമയത്ത് അവിടെ ഹാജരാക്കിയ രേഖകളൊക്കെ വ്യാജമാണെന്ന രീതിയിൽ മധ്യപ്രദേശിലും അതുപോലെ തന്നെ ദേശീയ SC/ST ട്രൈബ്യൂണലിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോകുന്നത്. ഈ പരാതികളുടെ പുറത്ത് അന്വേഷണം നടക്കുന്നു. മധ്യപ്രദേശ് SC/ST കമ്മീഷൻ കേരളത്തിലെത്തി തെളിവെടുപ്പ് നടത്തുന്നു. ദേശീയ SC/ST വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ SC/ST കമ്മീഷൻ, ദേശീയ കമ്മീഷൻ ഇടപെട്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ പെൺകുട്ടി ജനിച്ചിരിക്കുന്നത് 2009 ഡിസംബർ മാസം 31 തീയതിയാണെന്നാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത്. മധ്യപ്രദേശിലെ മഹേശ്വറിലുള്ള CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലാണ് 2009 ഡിസംബർ മാസം 31 തീയതി പെൺകുട്ടി ജനിച്ചതെന്നാണ് അവിടെ നിന്നുള്ള രേഖകൾ സഹിതം ഒരുപാട് പൊതുപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നീട് ഈ SC/ST കമ്മീഷൻ നേരിട്ട് നടത്തിയ തെളിവെടുപ്പിലും ഇത് തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് മൊണാലിസ ബോസ്ലെ ഈ കുംഭമേളയിൽ വൈറലായതിനു ശേഷം സനോജ് മിശ്ര എന്ന സംവിധായകൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ സനോജ് മിശ്ര തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമൊക്കെ ആയി പെൺകുട്ടി പിന്നീട് ഒരു വാർത്താ സമ്മേളനം നടത്തി പൊട്ടിക്കഴിഞ്ഞ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ആകാശത്തുകൂടി പോകുന്നൊരു ഏണി ആകാശത്തുകൂടി പറന്നു പോകുന്നൊരു സാധനം ഏണി വെച്ച് പിടിക്കുക എന്ന് പറയുന്നത് പോലെ പുലിവാലിലായിരിക്കുകയാണ് കേരളത്തിലെ CPM നേതാക്കളെന്ന് പറയും. ഒരു കാര്യവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ 2 ഇതര മതസ്ഥരാണ്. നമ്മുടെ കായംകുളത്ത് ഏതാനും നാളുകൾക്ക് മുൻപാണ് 2 ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ആളുകൾ, അതിൽ പുരുഷൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായക്കാരനാണ്, സ്ത്രീ എന്ന് പറയുന്നത് ആശാ വർമ്മ എന്ന് പറയുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ്. ഇവർ കേരളമാണ് ഒരു ആശ്രയം, തങ്ങളുടെ പ്രണയ സാഫല്യത്തിന് ആശ്രയം കേരളമാണെന്ന രീതിയിലെത്തുന്നു. ഇവിടെ വെച്ച് വളരെ കെങ്കേയവുമായിട്ടൊരു വിവാഹം നടത്തി കൊടുക്കാനുള്ള സാഹചര്യം. ഒരുപക്ഷെ ഇലക്ഷൻ മുന്നിൽ കണ്ട് കേരളം മുന്നോട്ട് വെക്കുന്ന മാതൃക ഇതാണെന്ന് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ അറിയിക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ വ്യാഖ്യാനിക്കപ്പെടാം. എന്തായാലും ഇത് ഇവിടെയെങ്കിലും തീരുന്ന കേസല്ല. കാരണം SC/ST കമ്മീഷനാണ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് ആ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്ന ആ ഒരു ഗോത്രത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു മുസ്ലിം സുഹൃത്തിനൊപ്പം ഒളിച്ചോടി കേരളത്തിലേക്ക് എത്തുന്ന ഒരു പെൺകുട്ടിക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇടപെട്ട് കല്യാണം നടത്തിക്കൊടുത്തു. അതും പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിക്ക് വിവാഹം നടത്തി കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിവാദത്തിന് മൂലകാരണമായിട്ടുള്ളത്. എന്തായാലും കേരളത്തിൻ്റെയും മധ്യപ്രദേശിൻ്റെയും സംസ്ഥാന പോലീസ് മേധാവിമാർ നേരിട്ട് ദേശീയ ഈ SC/ST ട്രൈബ്യൂണലിൽ നേരിട്ടെത്തണമെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇതിൻ്റെ പുറത്ത് പുലിവാല് പിടിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് കൂടിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത ഉണ്ടാകും. മൊണാലിസ ബോസ്ലെ പ്രായപൂർത്തി ആയിട്ടില്ല എങ്കിൽ ആൺസുഹൃത്താണ് ഇപ്പോൾ ഇതിനകത്ത് പ്രതിയായിട്ട് ഈ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പോക്സോ അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ആൺസുഹൃത്ത് മാത്രമായിരിക്കില്ല ഈ ഒരു വിഷയത്തിൽ ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്ത ഈ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ വിവാഹത്തിന് വേദിയായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അധികാരികളുമൊക്കെ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിയാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.